നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഓഗസ്റ്റ് മാസം പിറന്നിരിക്കുന്നതായ ദിവസം. ഈ മാസം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നതാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ശംഖുപുഷ്പമാണ്. സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നു അഥവാ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന വിശേഷണമുള്ള ശംഖുപുഷ്പം. രണ്ടാമത്തെ ചിത്രം ഉപ്പനാകുന്നു. ഏറ്റവും വിശേഷപ്പെട്ടതായ പക്ഷി, ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള പക്ഷി. അതിനാൽ തന്നെ ഈ 2 വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി മനസ്സിലാക്കാം. അതിനായി ഏവരും ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും ഇഷ്ടദേവതയുടെ നാമം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ അഥവാ ആദ്യത്തെ പുഷ്പമായ ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർ തന്നെയാണ് ഇവർ എന്ന് നിസ്സംശയം പറയാം. പലവിധ കഷ്ടപ്പാടിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയവും ഇവർക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില കഷ്ടതകൾക്ക് അഥവാ നിങ്ങൾ മുൻപ് അനുഭവിച്ചതായ ചില കഷ്ടതകൾക്ക് ഫലം കണ്ടു തുടങ്ങുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണമായ ഫലം ഈ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുവാൻ അഥവാ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കുടുംബദേവതയുടെ കടാക്ഷം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. കുടുംബദേവതയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ കുടുംബദേവതയുടെ പ്രീതി ഈ സമയം നിങ്ങൾ നേടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ നിത്യവും കുടുംബദേവതയെ ആരാധിക്കുകയോ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ക്ഷേത്ര ദർശനത്തിന് സാധിച്ചില്ല എങ്കിൽ നിത്യവും വീടുകളിൽ ആരാധിക്കുക. ഇന്നേ ദിവസം ഒരു നാണയത്തൊട്ട് തലയ്ക്കൊഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് മാറ്റിവയ്ക്കുന്നതും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ നാണയം ദേവിയുടെ അഥവാ കുടുംബക്ഷേത്രത്തിലെ ദേവതയുടെ നടയിൽ സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഒരുപാട് ത്യാഗങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ഇപ്പോഴും പലവിധ ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഇത്തരത്തിൽ ചെയ്തതിൻ്റെ എല്ലാം തന്നെ അനുകൂലമായ ഫലങ്ങൾ ആരംഭിക്കുകയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ദോഷകരമായി വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് ചെറു പുഞ്ചിരിയോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും അഥവാ അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുടെ ബുദ്ധി വൈഭവത്താൽ സാധിക്കും എന്ന് തന്നെ പറയാം. കഷ്ടപ്പാടിനുള്ള ഫലങ്ങൾ ലഭിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഈ മാസം കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിലായിരുന്നാലും തീർച്ചയായും നിങ്ങൾക്ക് ആധിപത്യം പുലർത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുവാൻ, അസാധാരണമായ രീതിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ
വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പലവിധ രോഗങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ അല്പമെങ്കിലും അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിചാരിച്ചതായ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബത്തിൽ സന്തോഷം, സമാധാനം മടക്കി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ അത് വിജയത്തിലെത്തും എന്ന കാര്യവും ഓർക്കുക. പലവിധ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ ഒരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ത്യാഗങ്ങൾ വളരെയധികം അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ, അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ചില ത്യാഗങ്ങൾ ജീവിതത്തിൽ ഇനി ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അതിൽ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരുമായി യോജിച്ച് പോകുവാനുള്ള സാധ്യതകൾ ഈ മാസം കൂടുതലാകുന്നു. എന്ത് കാര്യവും ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം പ്രശംസ അല്ലെങ്കിൽ അത്തരത്തിൽ അംഗീകാരങ്ങൾ തേടിയെത്താവുന്നതുമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലരെയും നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആവശ്യമായ സന്ദർഭങ്ങളിൽ സഹായം ലഭിക്കാത്തതായ അവസ്ഥ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാം. അതിനാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഇത്തരത്തിൽ അവഗണന നേരിടുവാനുള്ള സാധ്യതകൾ ഈ മാസം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം മനസ്സിൽ സന്തോഷം നിറയും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ ദുഃഖങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരം തന്നെയാണ്. എന്നാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ ഒരു മാസമായി തന്നെ ഈ മാസം മാറുന്നതാകുന്നു. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യമാണ്. നിത്യവും പ്രാർത്ഥനയും ആരാധനയും മുടക്കാതിരിക്കുക. നിത്യവും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ അഥവാ മോചനം ലഭിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇപ്പോൾ നിങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒന്നിനു പുറകെ ഒന്നായി ചില പ്രശ്നങ്ങൾ. അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല. മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ചില വിഷമങ്ങളും നിങ്ങൾക്കുണ്ടാകാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് തന്നെയാണ്. അത് നാം തിരിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ അത്തരത്തിലുള്ള ചില പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിന് വന്ന് ചേർന്നിട്ടുള്ളതായ ആ വിഷമങ്ങൾ, സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഈ മാസം വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ മനസ്സറിഞ്ഞ് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ, ആരാധിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ മാസമായി തന്നെ ഈ മാസത്തെ മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ധൈര്യവും ശക്തിയും ആത്മവിശ്വാസവും ക്രമേണ വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അത് പല വിധത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരം തെറ്റുകളിൽ നിന്നും ഇഷ്ടദേവത നിങ്ങൾക്ക് സംരക്ഷണം നൽകും അഥവാ രക്ഷ നൽകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ വലിയ തെറ്റുകൾ ചെയ്യുവാനുള്ള സാധ്യതകൾ തുലോം കുറവായിരിക്കും. അത്തരം തെറ്റുകൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചില തോന്നലുകൾ മനസ്സിലേക്ക് വരികയും അതിൽ നിന്നും പിൻവാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. കൂടാതെ ഈ സമയം ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃത്യമായ സമയത്ത് തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല ദുഃഖങ്ങളിൽ നിന്നും പരിഹാരം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനോടൊപ്പം ധനപരമായോ അല്ലാതെയോ ചില നേട്ടങ്ങൾ, തൊഴിൽപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം.
ആഗ്രഹിക്കുന്ന ജോലി അല്ല എങ്കിൽ പോലും ചില തൊഴിൽ സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും വലിയ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഏകാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാതെ തന്നെ ചില ഉയർച്ച നേട്ടങ്ങൾ ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ വന്നു ചേരാം. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ശരിയായ രീതിയിലുള്ള ചിന്താഗതി നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ബന്ധങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ വഴിമാറി പോകുന്നതുമാണ്. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ മാസം അത്തരം കാര്യങ്ങൾ ക്രമേണ കുറയുന്നതായ മാസമായി മാറും. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളെ കൂടുതൽ സുരക്ഷിതമാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ, പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഈ സമയം വിശ്വസിച്ചവരിൽ നിന്നും ചില തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അവസരത്തിനൊത്ത് ഉയരുവാൻ സാധിക്കാതെ അവർ ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം എന്ന കാര്യവും ഓർക്കുക. അത് മനോവിഷമത്തിന് കാരണമായി തീരും. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. സങ്കീർണമായ ചില പ്രശ്നങ്ങൾ നിങ്ങൾ വളരെ വിദഗ്ധമായി തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും, അഥവാ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈശ്വരാനുഗ്രഹത്താൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. സ്വന്തം കഴിവിൽ വിശ്വാസം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഒരു അത്ഭുതകരമായ കാര്യം ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. അംഗീകാരം, ഉയർച്ച, സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ തീർച്ചയായും പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. നെഗറ്റീവായ കാര്യങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. അത്തരം ചിന്തകൾ ഒഴിവാക്കുക.